നട്ടുച്ചയ്ക്ക് നീന്താൻ പോണ നട്ടപ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ബാ, ഈടുണ്ട്. കുറേ നാളായിട്ട് അനിയനും അനിയത്തിയും കൂടെ പ്ലാനിങ് ആണ് രാവിലെ എഴുന്നേറ്റ് നീന്താൻ പോകണമെന്ന്. അത് നടക്കാതെ വന്നപ്പോൾ പെട്ടെന്നൊരു ബുദ്ധി, ഉച്ചയ്ക്ക് അങ്ങ് പോയാലോ എന്ന്. വയനാടൻ വെയിലായതുകൊണ്ട് അത്രയും കരിഞ്ഞുണങ്ങിയില്ല. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവായിരുന്നു. അനിയനും അനിയത്തിയും മാത്രമാണ് ഇറങ്ങിയത്. ജിമ്മുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി നല്ലൊരു ചങ്ങാടമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ടൈമൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കണമെങ്കിലും പച്ചപ്പ് ഹരിതാപ്പൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. നീന്തൽ ശരിക്കും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു ഇത്. സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാലം പണ്ടേ അതിക്രമിച്ചു. ഇതൊക്കെ പറയുന്ന തനിക്ക് നീന്തൽ അറിയാമെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അല്ലേ? ഞാൻ നീന്തൽ പഠിച്ചതിൻ്റെ പിന്നീടൊരു കോമഡി കഥയുണ്ട്. അത് പിന്നീടൊരു വീഡിയോയിൽ പറയാം. ഞാനും അനിയനും മുങ്ങിപ്പോയാൽ രക്ഷിക്കാൻ അറിയുന്ന പ്രോ നീന്തലുകാരില്ലാത്തതുകൊണ്ട് അനിയത്തിക്ക് ചെറിയൊരു പേടി. അങ്ങനെ പേടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ. നീ അങ്ങ് മുങ്ങിപ്പോയാൽ ഞാൻ പിടിക്കാടി എന്നും പറഞ്ഞ് കമ്പും കോലും എടുത്തിട്ട് വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് പോയി ശരീരം ഇച്ചിരി ക്ഷീണിച്ചെങ്കിലും മനസ്സിന് നല്ല കുളിർമ വരുന്ന സമയമായിരുന്നു അത്. ഇതുപോലുള്ള എൻ്റെ ലൈഫിലെ കുട്ടി കുട്ടി സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ.